ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഷോപ്പിൽ പോയി വന്നിട്ട് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. വൈകുന്നേരം 6:45 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ചേച്ചിയുടെ വീട്ടിലാണ് ഒരാഴ്ചയായി പോയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് സുഖമില്ലാത്തത് കാരണം ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അച്ഛൻ വരും. അപ്പോഴേക്ക് ആടിനെ നോക്കണ ചുമതലയൊക്കെ ഞങ്ങൾക്കാണ് കേട്ടോ. ഒരാടിനെ ഉള്ളൂ, ബാക്കിയൊക്കെ വിറ്റിറക്കണു അച്ഛന് വയ്യാത്ത കാരണം. അപ്പോൾ ഇല വെട്ടിയപ്പോൾ കുറച്ച് ചക്കയും കിട്ടി. അധികം ചുളയൊന്നുമില്ല, വലിയ ചക്ക, നല്ല ചകിനിയൊക്കെ അധികമായുള്ള ചക്കയാണ്. എന്നാലും 2-3 വെട്ടിയപ്പോൾ അത്യാവശ്യം ചുള കിട്ടിയിട്ടോ. അപ്പോൾ അമ്മ അതപ്പം തന്നെ നുറുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ബിജേട്ടന് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വേഗം വെക്കാമെന്ന് വിചാരിച്ചു. ചോറും കൂട്ടാനൊക്കെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉപ്പേരി പോലെ വെക്കാമെന്നാണ് വിചാരിച്ചത്. നാളികേരൊന്നും അരയ്ക്കാനൊന്നും സമയമില്ല, രാത്രിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അമ്മായിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ അമ്മായിയുടെ മകള് സ്നേഹ അവള് വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോർക്കുകയാണ്. അപ്പോൾ അവിടെ ആളില്ലാത്തത് കാരണം അമ്മ അവിടേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അച്ഛൻ ചേച്ചിയുടെ വീട്ടിലും അമ്മ അമ്മാരുടെ വീട്ടിലേക്കും പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ചക്കയൊക്കെ വേഗം ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കല്ല, ആയി കഴിഞ്ഞു കേട്ടോ. കുക്കറിലാണ് വെച്ചത്. 2 വിസിൽ വിളിച്ചപ്പോൾ വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മായിയുടെ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ അമ്മേനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് അമ്മായി ഇതേ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. കുമാരി അമ്മായിയാണ്. അപ്പോൾ അമ്മായിക്ക് കണ്ണ് കാണില്ല. ഈ അമ്മായിക്ക് മാത്രമല്ല മറ്റേ അമ്മായിക്കും കണ്ണ് കാണില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ചോറൊക്കെ വെക്കലും എല്ലാതും. മോള് 2 ദിവസം വീട്ടിലേക്ക് പോയ കാരണമാണ് ഇപ്പോൾ ഇവിടെ ആളില്ലാത്തത് കേട്ടോ. അല്ലെങ്കിൽ അവരാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇതാണ് സ്നേഹയുടെ അമ്മ കേട്ടോ, മണിയമ്മായിയാണിത്. മണിയമ്മായിക്ക് ഇപ്പോൾ ഇവർക്ക് പുതിയ വീട് വെച്ച കാരണം വീടൊക്കെ ഒന്ന് പരിചയമാവാണ്ട് പുതിയ വീട്ടിലേക്ക് താമസാക്കിയ കാരണം അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മറ്റൊരു പഴയ തറവാടാകുമ്പോൾ നല്ല പരിചയമായിരുന്നു. എല്ലായിടത്തേക്കും പോകാനും വരാനൊന്നും ഒരു കുഴപ്പമുണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് എന്തായാലും കഴിയണം ശരിയാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അമ്മായി മീൻ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് വറുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനതാ വറുത്ത് കൊടുക്കുകയാണ്, ഉണക്ക മാന്തൽ കേട്ടോ. അപ്പോൾ മറ്റേ അമ്മായിക്ക് ഇപ്പോൾ ചോറും കഞ്ഞിയൊന്നും വേണ്ട, അപ്പോൾ വിശപ്പൊന്നുമില്ല. അമ്മയ്ക്ക് ഇതേപോലെ ക്യാൻസറിൻ്റെ ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറവുണ്ട്. ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കണ്ണ് കാഴ്ച ദൈവം കൊടുത്തൂല്ല, ചെറുപ്പത്തിലേ ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് കൂടാതെ തന്നെ ദൈവം ഓരോ ശിക്ഷകൾ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അവർക്ക്. എന്തിന് പിന്നെ ഇങ്ങനെ അസുഖങ്ങൾ കൊടുത്തു എന്നുള്ളൊരിതാണ് ഇപ്പോഴും മനസ്സിലിങ്ങനെ വരണത്. കാരണം എങ്ങനെയൊക്കെ അവർ എല്ലാവരുടെ ഇതുകൊണ്ടും അവർ നന്നായിട്ട് പൂവിനായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. 4 പുറം കുടുംബക്കാരാണുള്ളത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോഴാണ് അമ്മായിക്ക് പെട്ടെന്ന് ക്യാൻസറിൻ്റെ ഒരു അസുഖം വന്നത്. അപ്പോൾ ഇപ്പം അമ്മായിക്ക് അധികം അങ്ങോട്ട് പണ്ടത്തെ പോലെ ഉഷാറില്ല. ഇത് മണിമായിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവർ 2 ആളായ കാരണം അധികം ചോറും കൂട്ടാനൊന്നും വേണ്ടല്ലോ, കുറച്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മായി ഇതാ ചോറൊക്കെ വിളമ്പാൻ പോവാണ്. അപ്പോൾ ഞാനാണ് അവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തത്. ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ചോറുണ്ണാൻ പറഞ്ഞിട്ട് ഞാനും അവിടെ ഇരുന്നിട്ട് ചോറുണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മായി പിന്നെ ചക്ക കൂട്ടാനൊക്കെ കഴിച്ച കാരണം അമ്മായിക്ക് അധികം വിശപ്പൊന്നുമില്ല. അപ്പോൾ ചോറൊന്നും ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല, അത്ര ഒന്നും കഴിച്ചിട്ടില്ല. പറഞ്ഞു 5 മണി വരെയും. അപ്പോൾ ഒരു ഗ്ലാസ് പാല് അങ്ങനെയൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ചക്ക കൂട്ടാൻ കൊടുന്നപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ട്.
അങ്ങനെ 3 ആൾക്കും ചോറൊക്കെ വിളമ്പി. പിന്നെ അടിപൊളി രസമുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം എപ്പോഴേക്കും 8:30 ആയിട്ടുണ്ട് കേട്ടോ, രാത്രി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുറച്ചന്നെ നടക്കാനുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് ഞാനും കഴിച്ചിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ തന്നെ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ സമയം പോയത് പെട്ടെന്ന് അറിഞ്ഞില്ല. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷമാണല്ലേ. അമ്മായിമാരുടെ ഒപ്പം അച്ഛൻ്റെ 2 പെങ്ങന്മാരാണ് കേട്ടോ. അച്ഛന് 4 പെങ്ങന്മാരാണ് അച്ഛനുള്ളത്. പിന്നെ 2 അനിയന്മാരുണ്ട്. എല്ലാവരും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു 5-8 വീടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അങ്ങനെ അമ്മായി കൈയൊക്കെ കഴുകിയിട്ടതാ മെല്ലെ ഇപ്പോൾ എപ്പോഴും കിടക്കണം കാരണം നയിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മായി റൂമിലിതാ കിടക്കാൻ പോവാണ്. അമ്മായിയുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി മറ്റേ അമ്മായിയൊക്കെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കും, 2 ആളും കൂടിയിട്ട്. അപ്പോൾ മുന്നേ 2 അമ്മായിമാർ ഒറ്റയ്ക്കായിട്ട് താമസിച്ചിരുന്നു. ഇപ്പോൾ വീടൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മോള് ഇപ്പോൾ സഹായത്തിനുണ്ട് ഇവിടെ. അങ്ങനെ അമ്മായി കുറച്ച് കഴിഞ്ഞിട്ട് പൂവാടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനം പറയാൻ പറഞ്ഞിട്ട് അമ്മായി എന്നെ വിടുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പക്ഷെ വർത്താനം പറഞ്ഞിട്ട് അമ്മായിക്ക് പിന്നെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും എങ്ങനെ എത്ര പറഞ്ഞാലും അമ്മായിക്ക് സങ്കടം തീരുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി കേട്ടോ. എന്താ വെച്ചാൽ അമ്മായി ഒരുപാട് വേദനകൾ അനുഭവിച്ചു. കണ്ണ് കാണില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ ഒരുപാട് 10-50 കുട്ടികളെ ഞാൻ കുളിപ്പിച്ചു. അങ്ങനെ പഴയ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരം തന്നെ ഞാൻ അവിടെ ഇരുന്നുള്ളൂ. പിന്നെ അമ്മായി പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് അമ്മായിക്ക് സങ്കടമൊന്നറിയില്ല, സന്തോഷമുണ്ട് അതിൻ്റെ ഇടയിൽ. എല്ലാം കൂടി അമ്മായി എൻ്റെ മുന്നിലേക്ക് മനസ്സ് തുറന്നു കേട്ടോ. ഞാനിങ്ങനെ തമാശയൊക്കെ തന്നെ ഓരോന്ന് പറയും മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ സീരിയലൊക്കെ കാണാം, അതുകൊണ്ടാണ് അവർക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമുള്ളത്. TV വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീരിയലുകളൊക്കെ കാണും, അതുകൊണ്ട് അങ്ങനെയൊക്കെ സമയം പോകും. ഇപ്പോൾ വയ്യാത്ത കാരണമാണ് കുറച്ചൊരു ടെൻഷൻ. അല്ലെങ്കിൽ അവർക്കും ഒരു കുഴപ്പമില്ല. അടുത്ത എല്ലാവരും ഉണ്ട്, അനിയന്മാരും എല്ലാവരും ഉണ്ട് സഹായത്തിനൊക്കെ. അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ.